വളരെ പ്രധാനപ്പെട്ട യൗമുൽ ജുമുഅ, മലക്കുകൾ അണിനിരക്കുന്ന യൗമുൽ ജുമുഅ. ഓരോ പള്ളികളും ആത്മീയമായ പ്രത്യേകമായ വജസ്സുകൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന യൗമുൽ ജുമുഅ. ലോകത്തിന്റെ സത്യവിശ്വാസികൾ എല്ലാവരും ഒന്നുപോലെ ഒരുമിച്ചുകൂടി റബ്ബിലേക്ക് അടുക്കുന്ന യൗമുൽ ജുമുഅ. ആ യൗമുൽ ജുമുഅയിൽ ഒരു പ്രാർത്ഥന ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഏതാണ് ആ പ്രാർത്ഥന എന്നറിയുമോ? അല്ലാഹുമ്മ അജ്റുനാ മിനന്നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. തമ്പുരാനേ, നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. മിമ്പറിയുടെ മുകളിൽ നിന്നുകൊണ്ട് ഓരോ ഖതീബുമാരും മിമ്പറിയുടെ മുകളിൽ നിന്നുകൊണ്ട് ദ്വാരക്കുമ്പോൾ സത്യവിശ്വാസികളെ ആമീൻ പറയണ്ടടോ, മനസ്സറിഞ്ഞ് ആമീൻ പറയണ്ടടോ. അല്ലാഹുമ്മ ലാ തശ്ഫി ഖൽഖനാ ബിന്നാർ, നരകത്തിലിട്ട് ചുട്ടുകരിക്കല്ല റബ്ബേ, നരകത്തിലിട്ട് ചുട്ടുകരിക്കല്ല റബ്ബേ. വലാ തജഅൽനാ മിൻ ഹതബിന്നാർ, നരകത്തിന്റെ കൊള്ളികളാക്കല്ല റബ്ബേ, നരകത്തിന്റെ കൊള്ളികളാക്കല്ലേ അല്ലാഹ്, നരകത്തിന്റെ കൊള്ളികളാക്കല്ലേ അല്ലാഹ് എന്ന് മിമ്പറിൽ ലോകത്തിന്റെ മുഴുവൻ വിശ്വത്തിന്റെ അട്ടദിക്കുകളിലുള്ള വിശ്വാസികളുടെ മുഴുവൻ മിമ്പറുകളിലും പള്ളി മിമ്പറുകളിലും മുഴങ്ങുന്ന പ്രാർത്ഥനയാ ചെറുപ്പക്കാരാ. ഒന്ന് ആത്മാർത്ഥമായി നീയെങ്കിലും വെള്ളിയാഴ്ച പറയുമ്പോൾ മനസ്സ് കൊണ്ടൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോ. വരുന്നത് വിശുദ്ധമായ റമദാനിന്റെ അവസാനങ്ങളിലുള്ള ജുമാ ദിവസമാ മറന്നു പോകണ്ട. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നരകത്തിന്റെ വിഷയം വല്ലാത്ത ഗൗരവ. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, നരകത്തില് എങ്ങനൊക്കെ സുഖം അള്ളാന്റെ ദുനിയാവിൽ അനുഭവിച്ചാലും ഒരു വട്ടം ഒന്ന് നരകത്തിലൊന്ന് മുക്കിപ്പൊക്കിയിട്ട് അവനോട് ചോദിക്കാം, നിനക്ക് വല്ല സുഖം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറയും ലാ. ഞാൻ ആ ഭാഗത്തേക്ക് വരിക. എന്താ പറഞ്ഞത്? ദുനിയാവിൽ എത്ര വലിയ സുഖങ്ങളുടെ പ്രമത്തതയിലൂടെ മുന്നോട്ട് പോയാലും നരകത്തിൽ ഒരു വട്ടം ഒന്ന് വംസ് ചെയ്തിട്ട് മലക്കളോട് പറയും, ഒന്ന് മുക്കാൻ പറയും. ഞാൻ ആ ഭാഗത്തോട്ട് വരുന്നതിനെ വിശദീകരിക്കുന്നില്ല ഇപ്പോ. സഹോദരങ്ങളെ, ആ നരകം പോരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഹബീബായ പ്രവാചകൻ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന അക്സറു ദുആഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ പ്രവാചകന്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും അധികരിച്ച പ്രാർത്ഥന എന്താണെന്നറിയുവോ? കൂടുതലും അല്ലാഹുവിന്റെ റസൂൽ ദ്വാരുന്ന പ്രാർത്ഥന ഏതാണെന്നറിയുവോ? ഒന്ന് പഠിച്ചു വെച്ചോ, ഒന്ന് പഠിച്ചു വെച്ചോ. നമുക്ക് പരിചയമുള്ളതാ, പക്ഷേ അറിഞ്ഞുകൊണ്ട് ദ്വാരുന്നു. ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും മറക്കുന്നതാ, ഈ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും നമ്മൾ ആമീൻ പറയുന്നതാ. പക്ഷെ അത് പറയുമ്പോ ഇനി ഹബീബ് കൂടുതൽ പറഞ്ഞ പ്രാർത്ഥനയാണല്ലോ റബ്ബേ, അതുകൊണ്ട് ഞാൻ ആ ഒരു മനോഗതിയോടുകൂടി അതിന് ആമീൻ പറയട്ടെ. അപ്പൊ അതിനൊരു പവറാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതാണ് ആ പ്രാർത്ഥന? ഏതാണ് ആ പ്രാർത്ഥന സഹോദരങ്ങളെ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനാ വഖിനാ, ബാക്കി പറഞ്ഞേ, ഉറച്ചു പറയ്. وقنا عذاب النار وقنا عذاب النار وقنا عذاب النار. പടച്ചവനേ, ഇരുലോകത്തിലും നന്മ തരണേ അല്ലാഹ്. എന്തിനുള്ള പ്രധാനപ്പെട്ട നിർത്തിയതാ പ്രാർത്ഥന ഏതാ? ഹബീബ് കൂടുതൽ ചോദിച്ചതേതാ? മുത്ത് റസൂൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനാ വഖിനാ അദാബന്നാർ. നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇഅ്തിഖ്നാ മിനന്നാർ. അദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. റബ്ബേ, ആ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, ആ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നരകം പറയും മങ്കരയാത്ത കണ്ണുകളുണ്ടോ? ആ നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയം വരാത്ത ഈമാനുള്ള ഏതെങ്കിലും ഹൃദയമുണ്ടോ? ഈമാൻ ഉണ്ടെങ്കിൽ നരകത്തെക്കുറിച്ച് പറയുമ്പം പേടിയുണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഖുർആനിൽ ഇങ്ങനാ ഉള്ളതെന്ന് പറഞ്ഞു
പറഞ്ഞിട്ട് കാര്യമില്ല, ഹബീബായ പ്രവാചകന്റെ പ്രാർത്ഥന ഇങ്ങനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉമറുൽ ഫാറൂഖ് പറഞ്ഞത് ഇങ്ങനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സത്യവിശ്വാസികൾ ഇങ്ങനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെല്ലാം കണ്ടാലും അനുഭവിച്ചാലും ഒരു കാര്യം ഉണ്ടാവൂല. അതുകൊണ്ട് ഈമാനുള്ള ഹൃദയങ്ങൾ കൊണ്ട് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക.